ഹലോ, ഇന്ന് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിന് ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിച്ചു തരാം. സൈഡിൽ എം ടി വാസു ഫിലിം ഫെസ്റ്റിവൽ ടൈപ്പ് ഓഫ് പിക്ചേഴ്സ് എല്ലാം കാണിക്കും. പോയി നോക്കാം ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്. ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നായികമാർക്കാണെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ വേണം. നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി വേണ്ട. സിനിമകളെ ബാധിക്കുമോ എന്ന തരത്തിലുള്ള പല ചർച്ചകളും ആശങ്കകളും പലരും നമ്മളെ തന്നെ വിളിച്ചു പറയാറുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അഭിനയിക്കുമ്പോൾ അവർക്ക് സമാന്തര സിനിമകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. സമാന്തര സിനിമകളിൽ എത്രമാത്രം അവര് പേടാണെന്നുള്ളത് വലിയ സംശയമാണ്. പലർക്കും അവസരം നൽകാം എന്ന് വിളിച്ചു കൊണ്ടുപോയി അവരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് ആ സിനിമ പുറത്ത് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ഒക്കെ വരുമ്പോൾ അതിന്റെ റീച്ചിന്റെ പകുതി പൈസ പോലും അവർക്ക് കൊടുക്കാത്തൊരു സാഹചര്യവും വലിയ തോതിലുള്ള ചൂഷണവും ട്രാൻസ്ജെൻഡർ അഭിനേതാക്കളോട് കാണിക്കുന്നു. ഞാൻ ജെ.ഡി. തൊട്ടാന്റെ ഗംഗാസംഗമം എന്ന ചിത്രം കണ്ട ഒരാളാണ്. 1972 റിലീസ് 71 പുറത്തു വന്ന ചിത്രമാണ്. അതിനുശേഷം 71 തന്നെ എറണാകുളം ജംഗ്ഷൻ ഒരു സിനിമയും, അതിനുശേഷം 80 വന്ന ഇതിലെ വന്നവർ എന്ന ചിത്രത്തിലൊക്കെ ട്രാൻസ്ജെൻഡർ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ കഥാപാത്രങ്ങൾ പക്ഷെ സിനിമയിൽ മുഴച്ചു നിൽക്കുകയോ തെളിച്ചു നിൽക്കുകയോ അല്ല സത്യത്തിൽ ചെയ്യുന്നത്. അവരെ ഒരു സ്വാഭാവികമായി കണ്ടുകൊണ്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് വന്ന സിനിമകളിലൊക്കെ കാണുന്നത് ഇതിനെ ഒരു കൗതുകവൽക്കരിക്കുകയോ, അതായത് കാലത്തിന്റെ ഒരു ഗതികെട്ട അവസ്ഥയായിട്ട് ഇത്തരം മനുഷ്യരെ ചിത്രീകരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു സഭ്യമല്ലാത്ത ഒരു ചിത്രീകരണ ശൈലി കൂടി മലയാള സിനിമ അവലംബിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചാത്തുകുട്ട് പോലൊരു സിനിമ ഇക്കാലത്ത് എടുക്കാൻ എന്തുകൊണ്ട് അതിന്റെ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ പുതിയ പ്രൊഡ്യൂസേഴ്സോ തയ്യാറാകാത്തതിന്റെ കാരണം അത്രത്തോളം അതിജീവനവും പ്രതിരോധവും പോരാട്ടവും ഈ കേരളത്തിലെ ക്വീർ കമ്മ്യൂണിറ്റി നടത്തിയത് കൊണ്ട് തന്നെയാണ്. എനിക്കൊന്ന് ഞാൻ മേരിക്കുട്ടിക്ക് ശേഷം സഭ്യമായ രീതിയിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു വ്യംഗ്യഭാവത്തോടുകൂടി മലയാള സിനിമ ഞങ്ങളെ പോലുള്ള മനുഷ്യരെ ചിത്രീകരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ മനുഷ്യർ അവരുടെ സർഗാത്മകതയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണോ ഓപ്പൺ ഫോറത്തിൽ ഡിസ്കസ് ചെയ്യാണ്. റീജിയണൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള കൈരളി തിയേറ്ററിൽ വെച്ചാണ് നടക്കുന്നത്. അതേപോലെ പട്ടികജാതി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായം, അത്തരം സഹായങ്ങളിലൂടെ ഒരു സിനിമ നിർമ്മിക്കാനുള്ള ഒരു പ്രൊമോഷൻ, അതല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവസരം ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയായിരിക്കും. കാരണം കേരള is always model for every other state in India. ഈവൻ ഇന്ത്യയിൽ ഒരു പോളിസി തയ്യാറാക്കുമ്പോൾ പോലും കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ നടത്തിയ ഒരു പോളിസി ഇന്റർവെൻഷൻ ആണ് അതിന്റെ മാതൃകയായിട്ട് സ്വീകരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു മലയാള സിനിമയിൽ തന്നെ നാഴികക്കല്ലാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ലീല സന്തോഷിനെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്ന സംവിധായികയാണ്. നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കരിന്തണ്ണൻ എന്ന് പറയുന്ന സിനിമയുടെ അനൗൺസ്മെന്റ് നടന്ന സമയത്ത്, അതിന്റെ ആലോചനകൾ നടന്ന സമയത്ത് ദേവിമാഷിന്റെ സ്കൂളിൽ നിന്ന് വരികയും അതിന്റെ ഒരു മികച്ച പ്രോഡക്റ്റായിട്ട് സിനിമയുടെ ഭാഗത്തെ പരിണാമങ്ങളെയും മറ്റൊരു തരത്തിൽ നോക്കിക്കണ്ട ആളുകൂടിയാണ്. അതിജീവനവും പ്രതിരോധവും എന്ന വാക്ക് തന്നെ ഒരു പക്ഷേ കുറ്റബോധത്തോടുകൂടി ഞങ്ങൾ ഉച്ചരിക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭം വന്നു ചെയ്യുന്നത് എല്ലാ സന്തോഷത്തോടും കൂടെയാണ്. ഇപ്പോ എന്താണ് അവസ്ഥ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യം, എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിനിമാ സംബന്ധമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയുടെ ഇപ്പോഴത്തെ ചിത്രം എന്താണ്? 2017 കരിന്തണ്ണൻ അനൗൺസ് ചെയ്തത്. അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് തന്നെ ഏകദേശം ഒരു 5 വർഷത്തോളം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം അതൊരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്. അതോടൊപ്പം തന്നെ അതൊരു പറയപ്പെടേണ്ട ലോകം അറിയേണ്ട ഒരു ഹിസ്റ്ററി കൂടിയാണ്.
അതിനെ ബേസ് ചെയ്തിട്ട് ഞാനത് റിസർച്ച് ചെയ്യുകയും പിന്നെ എൻ്റെ പ്രത്യേകിച്ചും നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സ്റ്റോറീസിനാണ് ഞാൻ കൂടുതൽ ഫിലിം ഫെസ്റ്റിവൽ കൈരളി. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊഡക്ഷൻ കാണുന്നു, അതിൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്നു, പിന്നെ അത് അനൗൺസ്മെൻറ്റിലേക്ക് വരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 2018 അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്തോടു കൂടി തന്നെ അത് അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറും. പിന്നീട് 2 വർഷത്തോളം കാലം എനിക്ക് ലോകത്തേക്ക് നോക്കാൻ പറ്റാത്തത് മാനസികാവസ്ഥ വളരെ ഭയങ്കര ഡൗൺ ആയിരുന്നു. പിന്നീട് ഞാനത് സ്വയം റിക്കവർ ചെയ്തെടുക്കുകയായിരുന്നു മുമ്പോട്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഘട്ടം ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് തന്നെ അത് വീണ്ടും എനിക്ക് റീറൈറ്റ് ചെയ്യാനും അതിലുണ്ടായിരുന്ന പോരായ്മകൾ റീറൈറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ടൈറ്റിൽ അതിനപ്പുറത്തൊരു വലിയൊരു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു മൂവിയായിട്ട് കൊണ്ടുവരണം വലിയ ആഗ്രഹമുണ്ട്. കാരണം ഇത് കേരളം കേൾക്കേണ്ട കഥയാണ്. പക്ഷേ അവിടെയും നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്.